അമ്മേ, ദിവസവും 5 ആപ്പിൾ കഴിച്ചാ തടിക്കോ? ഇല്ല. ആവൂ, എങ്കിലിനി എല്ലാ ദിവസവും 5 ആപ്പിൾ വീതം കഴിക്കണം. മിണ്ടാതെ നിൽക്കടാ. നിനക്ക് ഫ്രൂട്ട്സ് വാങ്ങാനല്ല ഇപ്പൊ വന്നത്. അച്ഛന് സുഖമില്ലാത്തതല്ലേ, അദ്ദേഹത്തിന് ആ ഫ്രൂട്ട്സ്. സുഖമില്ലാത്തവർക്ക് മരുന്നും ഗുളികയും പോരെ? വെറുതെ ആവശ്യമില്ലാത്ത ഓരോ ശീലങ്ങള്. അതെ, 1 കിലോ മുന്തിരി വേണം. നല്ലതാണല്ലോ. നല്ലതാണ് ചേച്ചി. വിഷം തളിച്ചതൊന്നും അല്ലല്ലോ, എന്റെ ഭർത്താവിന് കൊടുക്കാനാ. അയ്യോ, ഈ മുന്തിരിയിൽ വിഷം തളിച്ചിട്ടില്ല. ഇത് ശുദ്ധമായ മുന്തിരിയാ. മുന്തിരിയുടെ തൊലി കഴിക്കാൻ കൊള്ളുവോ? പിന്നില്ലാതെ മോനെ, ഫ്രൂട്ട്സിന്റെ തൊലികളിലാണ് വിറ്റമിൻസ് കൂടുതലുള്ളത്. മോന് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സിന്റെ പേര് പറയൂ. ചക്ക. ചക്കയോ? അത് എന്നെ ചക്കത്തോലി തീറ്റിച്ച് കൊല്ലാനുള്ള പരിപാടിയാണല്ലേ, ദ്രോഹി. ചേച്ചി, വേറെ ഒന്നും വേണ്ടല്ലോ. ദാ മുന്തിരി. അമ്മേ, ദാ ആ വരുന്ന ആളെ അറിയാമോ? എനിക്ക് മനസ്സിലായില്ല. ആരാ? എനിക്കും മനസ്സിലായില്ല. അതുകൊണ്ടല്ലേ അമ്മയോട് ചോദിച്ചത്. വേണമെങ്കി നമുക്ക് അയാളോട് ചോദിച്ചു നോക്കാം. അപ്പൊ അറിയാലോ ആളാരാണെന്ന്. ദേ, മിണ്ടാതെ എന്റെ കൂടെ നടന്നോണം. പരിചയമില്ലാത്തവരോട് അങ്ങനെയൊന്നും സംസാരിക്കരുത്. ചേട്ടാ, ഒന്ന് നിന്നേ. ചേട്ടനെ എനിക്കും അമ്മയ്ക്കും മനസ്സിലായില്ല. ചേട്ടൻ ആരായെന്ന് ചേട്ടനോട് ചോദിക്കുന്നത് മോശമാണ് താനും. അതുകൊണ്ട് ചേട്ടൻ ആരാണെന്ന് ചേട്ടനോട് ചോദിക്കുന്നില്ല. ഇനി ചേട്ടൻ ബൈക്കോ? ക്ഷമിക്കണം, ഇവൻ ഇങ്ങനെയാ. ഒന്ന് വാടാ ഇവിടെ. എടാ, നിനക്ക് നല്ലവണ്ണം നടന്നൂടെ? ഞാൻ പിന്നെ വളഞ്ഞാണോ നടക്കുന്നത്? ദേ, നമ്മുടെ ബൈജു ചേട്ടൻ വരുന്നു. ആ, ചേച്ചി എവിടുന്നാ? കുറെ നാളായല്ലോ കണ്ടിട്ട്. കണ്ടിട്ട് കുറെ നാളായി. പക്ഷേ വാർത്തകളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. എന്ത് വാർത്ത? അവൻ പറഞ്ഞത് നേരാ. നീ അമ്മായിയമ്മയെ ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞെന്ന് കേട്ടു. മോശമല്ലേ ബൈജു? ആലോചിക്കാതെയാണോ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? ഒരുപാട് ആലോചിച്ചതിന് ശേഷമാവും എടുത്തു പുറത്തേക്ക് എറിഞ്ഞത്. അത് ചേച്ചി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. അബദ്ധമോ? അമ്മായിയമ്മയെ ജനലിലൂടെ പുറത്തെറിയുന്നതാണോ അബദ്ധം? സോറി ടിന്റു മോനെ. എന്തു സോറി? താഴെ കൂടെ പോകുന്ന ആരുടെയെങ്കിലും തലയിലാണ് വീണതെങ്കിലോ? റോഡിൽ ആരുമില്ലാഞ്ഞത് ഭാഗ്യം.